ഇത്രയേറെ വെട്ടിമുറിക്കപ്പെട്ടിട്ടും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി റഷ്യ നിലകൊള്ളുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം റഷ്യ എങ്ങനെ റഷ്യയായി. വെറും 100 വർഷത്തിനുള്ളിൽ അവർ പസഫിക് സമുദ്രത്തിന്റെ തീരം വരെ എത്തിച്ചേർന്നു. കാടുകളും പുഴകളും താണ്ടി തദ്ദേശീയ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തി റഷ്യ മുന്നേറുകയായിരുന്നു. ഇതിനിടയിൽ അലാസ്ക പോലും റഷ്യയുടെ ഭാഗമായിരുന്നു എന്നത് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. റഷ്യയെ ഒരു യൂറോപ്യൻ ശക്തിയാക്കി മാറ്റിയത് പീറ്റർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ്. സാങ്കേതിക വിദ്യയിലും കപ്പൽ പടയിലും റഷ്യ പിന്നിലാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം വേഷം മാറി യൂറോപ്പിൽ സഞ്ചരിച്ച് വിദ്യകൾ പഠിച്ചെടുത്തു. സ്വീഡനുമായി വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ബാൾട്ടിക് കടലിൽ ഒരു തുറമുഖം നേടിയെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ യുദ്ധവിജയത്തിന് ശേഷമാണ് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന സുന്ദരമായ നഗരം പണി കഴിപ്പിച്ചത്. അന്നു മുതൽ റഷ്യ ലോകകാര്യങ്ങളിൽ നിർണായക ശക്തിയായി മാറി. പിന്നീട് വന്ന കാതറിൻ ദി ഗ്രേറ്റ് റഷ്യയുടെ അതിരുകൾ തെക്ക് ഭാഗത്തേക്ക്, അതായത് കരിങ്കടലിന്റെ തീരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. യുക്രൈൻ, ബെലാറസ് തുടങ്ങിയ രാജ്യങ്ങൾ അക്കാലത്താണ് റഷ്യയുടെ ഭാഗമാവുന്നത്. പിന്നീട് നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്റെ സൈന്യവുമായി റഷ്യയെ കീഴടക്കാൻ വന്നപ്പോൾ റഷ്യയുടെ വിശാലമായ ഭൂപ്രകൃതിയും കഠിനമായ തണുപ്പും അദ്ദേഹത്തെ തോൽപ്പിച്ചോടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളെപ്പോലും മുട്ടുകുത്തിക്കാൻ റഷ്യയുടെ മഞ്ഞിന് കഴിയുമെന്ന് ചരിത്രം അന്ന് തെളിയിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ പോളണ്ട് മുതൽ അലാസ്ക വരെ നീളുന്ന ഒരു ഭീമൻ സാമ്രാജ്യമായി റഷ്യ മാറി. എന്നാൽ ഇത്രയും വലിയ രാജ്യം ഭരിക്കുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ദാരിദ്ര്യവും അടിച്ചമർത്തലുകളും ജനങ്ങളെ ഭരണകൂടത്തിന് വിരുദ്ധരാക്കി. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1917 വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം റഷ്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിക്കുകയും സോവിയറ്റ് യൂണിയൻ അഥവാ അന്നത്തെ USSR നിലവിൽ വരികയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ തോൽപ്പിക്കുന്നതിൽ സോവിയറ്റ് സൈന്യം വലിയ പങ്ക് വഹിച്ചു. അതോടെ ലോകം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചു. ശാസ്ത്രത്തിലും ബഹിരാകാശ ഗവേഷണത്തിലും അവർ മുന്നേറിയെങ്കിലും സാമ്പത്തികമായി രാജ്യം തകരുകയായിരുന്നു. ഒടുവിൽ 1991 സോവിയറ്റ് യൂണിയൻ തകരുകയും യുക്രൈൻ, കസാക്കിസ്ഥാൻ തുടങ്ങി 15 പുതിയ രാജ്യങ്ങൾ ജന്മമെടുക്കുകയും ചെയ്തു. 11 ടൈം സോണുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 66 ലക്ഷത്തിലധികം ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഈ രാജ്യം ഇന്നും ലോക രാഷ്ട്രീയത്തിലെ അച്ചുതണ്ടാണ്. വൈക്കിങ്ങുകളുടെ കപ്പലുകളിലൂടെയും ചക്രവർത്തിമാരുടെ വാളുകളിലൂടെയും വിപ്ലവകാരികളുടെ വാക്കുകളിലൂടെയും വളർന്നു വന്ന റഷ്യയുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല.